ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ചികിത്സിച്ച 300 കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച 74-കാരനായ ജോയൽ ലെ സ്കൗർനെക്ക് ഒടുവിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ ഞെട്ടിക്കുന്ന കഥ പുറം ലോകമറിഞ്ഞത്. ബീച്ച് ജമ്പറും കറുത്ത ജാക്കറ്റും ധരിച്ച് വെള്ളമുടിയുള്ള സ്കൗർനെക്ക് തന്റെ പീഡനത്തിന് ഇരയായവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. 3 പതിറ്റാണ്ടോളമാണ് ഇയാൾ സർജനായി സേവനമനുഷ്ഠിച്ചത്. അതിനിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള 299 പേരെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഫ്രാൻസിലുടനീളം ജോലി ചെയ്തിരുന്ന സ്കൗർനെക്ക് പലരെയും അനസ്തേഷ്യയ്ക്ക് വിധേയരാക്കി ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. 2020-ൽ അയൽവാസിയായ 6 വയസ്സുകാരനെയും 4 വയസ്സുള്ള ഒരു രോഗിയെയും അയാളുടെ 2 മരുമക്കളെയും ആക്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ലെ സ്കൗർനെക്ക് നിലവിൽ 15 വർഷത്തെ തടവ് അനുഭവിക്കുകയാണ്. 2017-ൽ 6 വയസ്സുകാരിയായ പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് പൂന്തോട്ടത്തിൽ വെച്ച് സ്കൗർനെക്ക് തന്നോട് കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമായത്. ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെട്ടു. തുടർന്ന് ജോൺസാഗിന്റെ സ്കൗർനെക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാലപീഡനം ചിത്രീകരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത്. 3 ലക്ഷം ഫോട്ടോകളും വീഡിയോകളും, ഇരകളുടെ പേരുകൾ, ആക്രമണങ്ങളുടെ വിവരണങ്ങൾ, തീയതികൾ എന്നിവയുൾപ്പെടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങിയുള്ള ഡയറി കുറിപ്പുകളാണ് പോലീസ് കണ്ടെത്തിയത്.